തമിഴ് സിനിമയിൽ ചിരിയോടെ പ്രതിധ്വനിക്കുന്ന പേരാണ് റെഡിൻ കിങ്സ്ലി. സമാനതകളില്ലാത്ത കോമിക് ടൈമിങ്ങിനും അതുല്യമായ സംഭാഷണ പ്രകടനത്തിനും പേരുകേട്ട അദ്ദേഹം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സിനിമകളിലെ ഒരു ടാഗ് ലൈനായി മാറി. എന്നാൽ പ്രശസ്തിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര എളുപ്പമായിരുന്നില്ല. 90കളുടെ അവസാനത്തിൽ ഒരു പശ്ചാത്തല നർത്തകനായി ആരംഭിച്ച റെഡിൻ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഒടുവിൽ കൊലമാവ് കോകില എന്ന ചിത്രത്തിലൂടെ ഒരു വഴിത്തിരിവ് നേടി. എന്നാൽ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഒരു സെൻസേഷനാക്കി മാറ്റിയത് ഡോക്ടർ എന്ന മൂവിയായിരുന്നു. അന്നു മുതൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. എന്നിട്ടും പ്രശസ്തിക്കപ്പുറം ഒരു വ്യക്തിഗത കഥ വികസിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങളോളം വിവാഹം റെഡിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ജീവിതം തിരക്കേറിയതായിരുന്നു. സിനിമാ സെറ്റുകളിൽ തുടർച്ചയായ ചിത്രീകരണങ്ങളിൽ പ്രേക്ഷകരെ രസിപ്പിക്കുന്നതിൻ്റെ ആവേശത്തിൽ അങ്ങനെ. എന്നാൽ പിന്നീട് എന്തോ ഒന്ന് മാറി. ഒരു സിനിമാ സെറ്റിലാണ് അദ്ദേഹം തൻ്റെ ഹൃദയം കവർന്ന സ്ത്രീയെ കണ്ടുമുട്ടിയത്, സംഗീത. വെള്ളിത്തിര അടക്കി വാണ റെഡിനെ പോലെയല്ല, തമിഴ് TV സീരിയലുകളിലെ ഒരു ജനപ്രിയ മുഖമായിരുന്നു സംഗീത, പ്രത്യേകിച്ച് ആനന്ദരാഗത്തിലെ അഭിനയത്തിലൂടെ. അവരുടെ പ്രണയകഥ രഹസ്യമായി തുടർന്നു. അവരുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയൂ. 2022 വലിയ പ്രചരണമോ നാടകീയതയോ ഇല്ലാതെ ദമ്പതികൾ വിവാഹിതരായി. എന്നാൽ എല്ലാവരും സന്തുഷ്ടരായിരുന്നില്ല. റെഡിന്റെയും സംഗീതയുടെയും വിവാഹത്തോടെ ഇന്റർനെറ്റ് ഒരു ഫീൽഡ് ഡേ ആഘോഷിച്ചു. 46 വയസ്സുള്ള ഒരാൾക്ക് എങ്ങനെ പ്രായം കുറഞ്ഞ സ്ത്രീയെ വിവാഹം കഴിക്കാൻ കഴിയും? അവരുടെ ഉയര വ്യത്യാസം നോക്കൂ. ഇത് രസകരമായി തോന്നുന്നു. പ്രായം, ഉയരം, രൂപം എന്നിവയുടെ പേരിൽ ട്രോളുകൾ അവരെ പരിഹസിച്ചപ്പോൾ റെഡിനും സംഗീതയും വാദപ്രതിവാദങ്ങൾക്ക് പകരം മൗനം തിരഞ്ഞെടുത്തു. പൊതുജന അഭിപ്രായത്തേക്കാൾ ശക്തമായിരുന്നു അവരുടെ ബന്ധം. താമസിയാതെ ജീവിതം എല്ലാ വിദ്വേഷത്തിനും ഏറ്റവും നല്ല ഉത്തരം നൽകി. എല്ലാ ബഹളങ്ങൾക്കിടയിലും മനോഹരമായൊരു അത്ഭുതം അവരെ തേടിയെത്തി. സംഗീത ഗർഭിണിയായിരുന്നു. ദമ്പതികൾ മാസങ്ങളോളം വാർത്ത രഹസ്യമാക്കി വെച്ചു. എന്നാൽ താമസിയാതെ ഒരു ഗംഭീര ബേബി ഷവറിൽ നിന്നുള്ള ചിത്രങ്ങൾ ആ വലിയ നിമിഷത്തിന്റെ സൂചന നൽകി. അടുത്തിടെ സംഗീതയുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഇന്റർനെറ്റിൽ തരംഗമായി. തുടർന്ന് ഏറ്റവും വലിയ ട്വിസ്റ്റുകൾ വന്നു. ദമ്പതികൾ ഇരട്ടകളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ആരാധകർ ഊഹിക്കാൻ തുടങ്ങി. ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു: റെഡിനണ്ണ, നീ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ട്രോളന്മാർ നിന്നെ പരിഹസിച്ചു, പക്ഷേ ഇന്ന് നീ ജീവിതത്തിൽ ജയിക്കുകയാണ്. പശ്ചാത്തല നർത്തകനിൽ നിന്ന് തമിഴ് സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഹാസ്യ നടന്മാരിൽ ഒരാളായി മാറിയ റെഡിൻ കിങ്സ്ലി പ്രായമോ ഉയരമോ രൂപഭാവമോ വിജയത്തെയോ സന്തോഷത്തെയോ നിർവചിക്കുന്നില്ലെന്ന് തെളിയിച്ചിട്ടുണ്ട്. സ്നേഹനിധിയായ ഭാര്യ, വളരുന്ന കുടുംബം, നിർത്താനാവാത്ത കരിയർ എന്നിവയിലൂടെ റെഡിൻ സ്വന്തം കഥ എഴുതുകയാണ്. തന്നെ ട്രോളിയവരോട് അദ്ദേഹത്തിന് ഒരു കാര്യമേ പറയാനുള്ളൂ: ചിരി ജയിക്കുന്നു, സ്നേഹം ജയിക്കുന്നു, ഇപ്പോൾ ജീവിതവും ജയിക്കുന്നു.